ഒരു വാക്കു പറയുമ്പോഴും ഒരു നോക്കു കാണുമ്പോഴും ഒരു വാക്കു പറയുമ്പോഴും ഒരു നോക്കു കാണുമ്പോഴും ദൈവമേ നിൻ കൃപ തേടിയ ശേഷം പ്രതികരിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ദൈവമേ നിൻ കൃപ തേടിയ ശേഷം പ്രതികരിക്കാൻ എന്നെ പഠിപ്പിക്കണേ. വിശ്വാസത്തിൽ വളർന്ന് ദൈവവിശുദ്ധിയിൽ ജീവിച്ചിടാം. അശുദ്ധിയിൽ നിന്നകന്ന് ദൈവ അനുഗ്രഹം പ്രാപിക്കുവാൻ. വിശ്വാസത്തിൽ വളർന്ന് ദൈവവിശുദ്ധിയിൽ ജീവിച്ചിടാം. അശുദ്ധിയിൽ നിന്നകന്ന് ദൈവ അനുഗ്രഹം പ്രാപിക്കുവാൻ. നിറയണമേ എന്നിൽ നിറയണമേ, ആത്മാവിൽ നിറയ്ക്കണമേ. നിറയണമേ എന്നിൽ നിറയണമേ, ആത്മാവിൽ നിറയ്ക്കണമേ. നിന്നെ അനുഗമിപ്പാൻ, നിന്നെ അനുസരിപ്പാൻ. ഒരു വാക്കു പറയുമ്പോഴും ഒരു നോക്കു കാണുമ്പോഴും ഒരു വാക്കു പറയുമ്പോഴും ഒരു നോക്കു കാണുമ്പോഴും ദൈവമേ നിൻ കൃപ തേടിയ ശേഷം പ്രതികരിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ദൈവമേ നിൻ കൃപ തേടിയ ശേഷം പ്രതികരിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തീക്കനൽ എന്ന ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടേതായ വ്യക്തിപരമായ കാര്യങ്ങളിൽ മാനസിക സംഘർഷത്തിലും പ്രയാസത്തിലും പ്രതികൂലത്തിലും ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ തന്നെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ തന്നെ, ദൈവത്തിൻ്റെ വചനം അത് ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കുമ്പോൾ തന്നെ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ നമ്മളൊരു അമാനുഷികമായിട്ടുള്ള ശക്തിയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. അമാനുഷിക ശക്തി തരുന്നത് ദൈവം തരുന്ന ശക്തിയാണ്, ദൈവം തരുന്ന പവറാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്ന ആത്യന്തിക ശക്തി. ഇതിന് വേർഡ് ടു വേർഡ് ചാനൽ എന്ന അനുഗ്രഹീതമായ ചാനൽ ബ്രദർ ഡോക്ടർ മാത്യൂസ് ഫറീസ് അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അപ്രകാരം തന്നെ അനേക ദൈവദാസന്മാരുടെ കഠിന പ്രയത്നം കൊണ്ടും ഈ പ്രസ്തുത ശുശ്രൂഷ ലോകമെമ്പാടും വളർന്ന് വ്യാപരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിലൂടെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശലോമോൻ രാജാവ് ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും കണ്ട ഒരാൾ. അദ്ദേഹം എൻജോയ് ആൻഡ് ബി കണ്ടൻറ്റ് വിത്ത് ദ പ്രോവിഡൻസ് ഓഫ് ഗാഡ്. 2-ാം അധ്യായത്തിൻ്റെ 24, 25, 26 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തിന്നു കുടിച്ച് തൻ്റെ പ്രയത്നത്താൽ സുഖമനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല, അതും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ടു. അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും, ആർ അനുഭവിക്കും? തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. ഇവിടെ ദൈവം തരുന്നതാണ് ജ്ഞാനം.
ദൈവം തരുന്നതാണ് അറിവ്, ദൈവം തരുന്നതാണ് സന്തോഷം. ഇത് മൂന്നും ദൈവത്തിൻ്റെ ദാനമാണ്. ജ്ഞാനവും അറിവും സന്തോഷവുമാണ് ഒരു മനുഷ്യന് ദൈവം നൽകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മളുടെ ബുദ്ധി കൊണ്ടോ നമ്മളുടെ പഠനം കൊണ്ടോ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടോ ഒക്കെ ഇത് സാധിക്കുന്നതല്ല. പഠിക്കണം, അനുഭവം വേണം, ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇത് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇത് ദൈവത്തിൻ്റെ പ്രോവിഡൻസ് ഓഫ് ഗോഡ് എന്ന ഒരു ചിന്ത നമുക്കില്ലെങ്കിൽ മുഴുവൻ പോയി. അപ്പോൾ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും, ആർ അനുഭവിക്കും? അത് വളരെ കൃത്യമായിട്ട് ചോദിക്കുകയാണ്. ഇത് തിന്ന് കുടിച്ച് തൻ്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്ന അല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയില്ല. അതും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കണ്ടു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അതിനകത്ത് ആ ചിന്തയിൽ വരുന്ന മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നത്? ദൈവം നൽകുന്ന അവസരങ്ങൾ, ദൈവം നൽകുന്ന സന്തോഷങ്ങൾ, ദൈവം നൽകുന്ന അനുഭവങ്ങൾ അത് പൂർണ്ണമാക്കപ്പെടുവാൻ സാധിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾക്ക് ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുവാനോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാനോ നമ്മൾക്ക് ഭക്ഷിക്കുവാനോ സാധിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. എത്രയോ ആളുകൾക്ക് ഭക്ഷിക്കുവാൻ സാധിക്കാതെ, ജലാംശം പാനം ചെയ്യാൻ സാധിക്കാതെ ഉള്ള അവസ്ഥയിലുള്ള എത്രയോ ആളുകളുണ്ട്. നമ്മൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുമോ? അതിൻ്റെ സന്തോഷത്തെപ്പറ്റിയാണ് ശലോമോൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. അതൊരു മായയായിട്ടാണ് ശലോമോൻ പറയുന്നത്. ഇതെല്ലാവർക്കും നൽകപ്പെടുന്നു. അപ്പോൾ സോളമൻ സൊല്യൂഷൻ ടു ദ പാരഡോക്സ് ഓഫ് ലൈഫ് സെറ്റ് ഫോർ 6 times 6 സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട് ജീവിതത്തിൻ്റെ സന്തോഷം. എപ്പിക്യൂരിയൻ സെൻഷ്വലിസ്റ്റ് പറയുന്ന ഒരു ചിന്തയുണ്ട്. ലെറ്റ് us eat, drink and be merry, for tomorrow we die. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ഇന്നൊരു ദിവസമുള്ളൂ, അതുകൊണ്ട് ഇന്ന് അങ്ങ് അടിച്ചു പൊളിച്ചോളാൻ. അടിച്ചു പൊളിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നാളെ ചാകുമല്ലോ എന്നോർക്കുമ്പോൾ ആ ചാകുന്നതിൻ്റെ വേദനയും കൂടെ ഒന്ന് ഓർത്തോണം. മരണഭയം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയമാണ്. മനുഷ്യൻ മരിക്കാൻ തുടങ്ങുന്നു എന്നുള്ള മനുഷ്യൻ ആർക്കും മരിക്കാൻ ഇഷ്ടമില്ല. മനുഷ്യൻ്റെ വേദന മനുഷ്യന് സഹിക്കാൻ വലിയ പാടാണ്. എത്ര വലിയ മനുഷ്യനാണെങ്കിലും ചെറിയ മനുഷ്യനാണെങ്കിലും ആ വേദനകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചാൽ ഏത് വേദനയുള്ള മനുഷ്യനും വേദനകളെ സ്വീകരിക്കുന്നത് അറിയാൻ സാധിക്കും. ആ വേദനകളെ സ്വീകരിക്കുന്ന ആ ഒരു അനുഭവം, അതുകൊണ്ടാണ് മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ വേദനകൾ ഒപ്പുന്ന ഒരനുഭവമാക്കി അവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്. വേദനകൾ ഒപ്പുന്ന ഒരു അനുഭവമാക്കി തീർക്കുവാൻ സാധിക്കുന്നത് ആ മനുഷ്യനിലുള്ള ദൈവികത്വമാണ്. ഭക്ഷണത്തിൻ്റെ ആർഭാടവും ഭക്ഷണത്തിൻ്റെ വേസ്റ്റും ഒക്കെ വളരെയധികം വർദ്ധിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകൾക്ക് ഭക്ഷണം കളയുന്നതിനോ ഭക്ഷണം നശിപ്പിക്കുന്നതിനോ ഒരു വിഷമവും ഇല്ല. വിവാഹ സദ്യകളിലൊക്കെ എന്തുമാത്രം ഭക്ഷണമാണ് കളയുന്നത്. എത്രയോ ആളുകൾക്ക്, ഓർഫനേജുകളിൽ കഴിയുന്നവർക്ക്, പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണമില്ലാത്ത എത്രയോ ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം. ഒരു മനുഷ്യൻ്റെ സന്തോഷാവസ്ഥയിൽ ദൈവം നൽകുന്ന അവസ്ഥ, പണ്ടുകാലത്ത് മനുഷ്യന് ഉപവാസവും പ്രാർത്ഥനയും കാത്തിരിപ്പയോഗവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് പച്ചവെള്ളം പോലും കുടിക്കാതെ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമായിരുന്നു. ഈ കാലത്ത് അപ്രകാരമുള്ളവരെ കിട്ടാനില്ല.
അതുകൊണ്ട് പൈശാചിക ബന്ധനങ്ങൾ കൂടുകയാണ്. കുറുക്കു വഴിയിലൂടെ മനുഷ്യൻ കുറുക്കു മാർഗങ്ങളിലൂടെ, എളുപ്പമാർഗങ്ങളിലൂടെ ദൈവത്തെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. ശത്രുവിനെ നശിപ്പിക്കുവാൻ കൂടോത്ര ക്ഷുദ്രക്കെട്ടുകൾ, അതിന് മധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ജീവിതത്തിൻ്റെ, ലോകത്തിൻ്റെ അടിച്ചുപൊളി ജീവിതത്തിൻ്റെ മധ്യത്തിൽ ദൈവം പറയുന്നത് ഇത് ദൈവത്തിൻ്റെ ദാനമാണെന്നോർത്തോണം ഞാനും നിങ്ങളും അനുഭവിക്കുന്ന എല്ലാം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ഒരു ഭക്ഷണം കഴിക്കാൻ സാധിച്ചാൽ അതിൻ്റെ നന്മ ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ ശലോമോൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഈ 9:24 തിന്നുകുടിച്ച് തൻ്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യനൊരു മറ്റൊരു നന്മയില്ല. 3-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ ജീവനിന്നും സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്ന അല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. 5-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ താൻ ശുഭവും ഭംഗിയുമായുള്ളത് കണ്ടു ദൈവോരുത്തിന് കൊടുക്കുന്ന ആയുഷ്കാലമൊക്കെ അവൻ തിന്നുകുടിച്ചു സൂര്യന് കീഴെ താൻ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്തിൽ സുഖം അനുഭവിക്കുന്നത് തന്നെ അതല്ലോ അവൻ്റെ ഓഹരി. ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ച് തൻ്റെ ഓഹരി ലഭിച്ചു തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരം കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനോ ദൈവത്തിൻ്റെ ദാനം തന്നെ. 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ആകയാൽ ഞാൻ സന്തോഷത്തെ പ്രശംസിച്ചു തിന്നുകുടിച്ച് സന്തോഷിക്കുന്നതല്ലാതെ മനുഷ്യന് സൂര്യന് കീഴിൽ മറ്റൊരു നന്മയില്ലല്ലോ. ദൈവം സൂര്യൻ്റെ കീഴിൽ അവന് നൽകുന്ന ആയുഷ്കാലത്ത് അവൻ്റെ പ്രയത്നത്തിൽ അവനോടുകൂടെ നിലനിൽക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. 9:7-9 വരെയുള്ള വാക്യങ്ങൾ നീ ചെന്ന സന്തോഷത്തോടുകൂടി അപ്പം തിന്നുക, ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞു കുടിക്കുക, ദൈവം നിൻ്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. നിൻ്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിൻ്റെ തലയിൽ എണ്ണ കുറയാതെ ഇരിക്കട്ടെ. സൂര്യന് കീഴിൽ അവൻ നിനക്ക് നൽകിയിരിക്കുന്ന മായയായുള്ള ആയുഷ്കാലമൊക്കെ നീ സ്നേഹിക്കുന്ന ഭാര്യയോട് മായയായുള്ള നിൻ്റെ ആയുഷ്കാലമെല്ലാം സൂക്ഷിച്ചു കൊള്ളുക. അതല്ലോ ഈ ആയുസ്സിലും സൂര്യൻ്റെ കീഴിൽ നൽകുന്ന പ്രവൃത്തിയിൽ നിനക്കുള്ള ഓഹരി. മനുഷ്യൻ്റെ സന്തോഷമാണ്. ഇതാണോ മനുഷ്യൻ്റെ സന്തോഷം? അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയും. ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ സന്തോഷിക്കുമ്പോൾ ദുഃഖത്തിലിരിക്കുന്നവരെ ഓർത്തുകൊള്ളണം. അവരുടെ ഒരു ഓഹരിയുടെ ഭാഗമാണ് നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണമെന്ന് ഓർത്തുകൊള്ളണം. ഞാനെപ്പോഴും പറയുന്നത് പോലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 2 ദോശയെ കഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ 4 ദോശ കഴിക്കാൻ ഉള്ള ആരോഗ്യവും വിശപ്പൊക്കെയുണ്ട്. ആ 2 ദോശ നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് മറ്റുള്ള ഒരാടെയാണ്, മറ്റൊരുത്തിൻ്റെ ഒരു ദോശയാണ് നമ്മൾ കഴിക്കുന്നതെന്ന് ഓർത്തോണം. 2 ഉടുപ്പിടുമ്പോൾ ഓർത്തോണം അത് മറ്റൊരാളുടെ ഉടുപ്പാണ്. നമുക്ക് വാഹനങ്ങളുള്ളപ്പോൾ, നമ്മൾക്കുള്ള സമ്പത്തുകളുള്ളപ്പോൾ അത് മറ്റൊരാളുടെയും കൂടെ ആണെന്ന് ഓർത്തുകൊള്ളണം. ഈ മനോഭാവമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം ഈസ് ടു എൻജോയ് ദ ഫുള്ളസ്റ്റ് ഓഫ് ദ ലൈഫ് ദറ്റ് ഗോഡ് ഹാസ് ഗിവൻ. റെക്കഗ്നൈസിങ് ഇറ്റ് ഈസ് ഗിഫ്റ്റ്സ്. ദൈവത്തിൻ്റെ ദാനമാണ്. God has not revealed the solution to all the life's constituencies, but He has given a man has a life to enjoy by living in obedience to Him. This is vastly different from the solution of the Epicurean sensibilities. തിരുക കുടിക്കുക ആനന്ദിക്കുക നാളെ ചാകുമല്ലോ എന്നുള്ളതിനെപ്പറ്റി പരമാവധി എതിർത്തുള്ളൊരു കാര്യമാണ് ഇത് പറയുന്നത്. Solomon advises that one's life must be regulated by an awareness of future, divine judgment. ഓർത്തോണം, ശലോമോൻ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നത് അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ദൈവം നല്ലതും തീയതുമായുള്ള സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ഇന്ന് നമ്മൾ എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞ് അനുഭവിക്കുന്ന സകലവിധ എൻജോയ്മെൻറ്റിനും നമ്മൾ കണക്ക് പറയേണ്ടവരാണെന്ന് ഓർത്തോണം. നമ്മൾ അനുഭവിക്കുന്ന സമസ്ത എൻജോയ്മെൻറ്റിനും
ദൈവം മുമ്പാകെ കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ഒരു ന്യായാധിപതി ദിവസമുണ്ട്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ വിളിച്ചു പറയുന്ന ഈ മഹദ്വചനങ്ങൾ പറയുകയും കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നൽകുന്ന വലിയൊരു ദാനമാണ് ഈ ജീവിതം. രാവിലെ എഴുന്നേറ്റ് നിൽക്കുവാൻ തരുന്ന കൽപ്പ് ദൈവം തരുന്നതാണ്. സൂര്യൻ്റെ ചൂട് ദൈവം തരുന്നതാണ്. മണ്ണിൻ്റെ വളം ദൈവം തരുന്നതാണ്. കാറ്റ് ദൈവമാണ് നിയന്ത്രിക്കുന്നത്. നമ്മുടെ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ കയറുന്ന ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും ഫ്ലൈറ്റാണെങ്കിലും ഷിപ്പാണെങ്കിലും ഏതിനെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. എത്രയെത്ര അപകടങ്ങളാണ് അനുദിനം സംഭവിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മരണത്തിന് എന്ത് സമയം വേണം? ഒരു ഡ്രൈവർ ഉറങ്ങിയാൽ നമ്മുടെ മുമ്പിൽ മരണമാണ്. എന്നെ നിങ്ങളെയും സംരക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് നമ്മളെ അനുദിനം നടത്തുമ്പോൾ നമ്മളിതിൻ്റെ നന്മ ഒന്നും ഓർക്കാറില്ല. നമ്മളിതിന് നന്മയെപ്പറ്റി ചിന്തിക്കാറേ ഇല്ല. ഇതെല്ലാം എനിക്ക് ഏതാണ്ട് അവകാശമാണ്, ഞാൻ അധ്വാനിച്ചതാണ്, ഞാൻ കഷ്ടപ്പെട്ടതാണ്, ഇതെൻ്റെ അപ്പൻ്റെ വകയാണ്, ഇതെൻ്റെ അപ്പൂപ്പൻ്റെ വകയാണ്. നിൻ്റെ ഏത് അപ്പൂപ്പൻ്റെ വകയായത്? ഭൂമി അതിൻ്റെ പൂർണ്ണതയും ഭൂതലും അതിൻ്റെ നിവാസികളും ദൈവത്തിനുള്ളതാണ്. ഇത് ദൈവത്തിൻ്റെ വകയാണ്. ഒരു രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ആ ഭൂമിയുടെ ഒരു നിയമം ആ രാജ്യത്തിനുണ്ട്. കാലാകാലങ്ങളിൽ വരുന്ന മന്ത്രിസഭയ്ക്കുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരിക്കലൊരു ഞാനിരുന്ന ശുശ്രൂഷ ചെയ്തൊരു പള്ളിയിലൊരു മരണം സംഭവിച്ചപ്പോൾ ഒരു ഡെഡ് ബോഡി മറവ് ചെയ്യുവാൻ അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനമുള്ള ഉമ്മൻചാണ്ടി സാറ് ഫോണിൽ വിളിച്ച് എന്നോട് പറഞ്ഞു, ഇന്ന ബോഡി അച്ഛൻ്റെ സെമിത്തേരിയിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അടക്കിയേക്കണം. ഫോൺ കട്ട് ചെയ്തു. പള്ളിയിലുള്ള ചില പ്രയാസങ്ങളൊക്കെ കൊണ്ട് സഭാപരമായ ചില നിയമ തടസ്സങ്ങളുണ്ടതിന്. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയാണ് ഭൂമി. നമ്മൾ കരം കൊടുക്കുന്നെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ആയിരുന്ന കരം കൊടുക്കണ്ടായിരുന്നല്ലോ, നമുക്കങ്ങ് ഉപയോഗിക്കാമായിരുന്നല്ലോ. 10 രൂപ കരം കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കൊരു ലോൺ പാസ്സായി കിട്ടുമോ? ഇല്ലല്ലോ. ആ സംസ്കാര ശുശ്രൂഷ ഞാൻ നടത്തി. ഞാൻ പറഞ്ഞത്, നമ്മളൊന്നിനും നമ്മുടേത് കൊണ്ടാണ് ഇതെല്ലാം സാധിക്കുന്നതെന്ന് സ്വാഭാവികമായി ഞാനും നിങ്ങളും ചിന്തിക്കാറുണ്ട്. നമ്മളാണ് കഴിവുള്ളവർ, നമ്മളാണ് മിടുക്കർ, ബാക്കി എല്ലാവരും മണ്ടരാണ്, ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തില്ല. അത് സാധ്യമല്ല. എല്ലാത്തിനും ഒരു നിയമവും ചട്ടവും വ്യവസ്ഥതയുണ്ട് ഈ ഭൂമിയിൽ. അത് ദൈവികമാണെങ്കിൽ ആ ദൈവിക നടത്തിപ്പിനനുസരിച്ച് തന്നെ പോകും. ഒരു ദുഷ്ടശക്തിക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ 3.5 വർഷത്തെ ജീവിതത്തിൽ 3.5 വർഷക്കാലം കർത്താവ് ശുശ്രൂഷ ചെയ്ത സമയം, കർത്താവിൻ്റെ ജന്മസമയം, 33 വർഷത്തെ യേശു കർത്താവിൻ്റെ ജീവിതം ത്യാഗം നിറഞ്ഞതും പ്രയാസം നിറഞ്ഞതുമായിരുന്നു. എന്നാൽ വിശുദ്ധ കന്യക മറിയാമിൽ വിശുദ്ധ യോസഫിലൂടെ വിവാഹം നിശ്ചയിച്ചിരിക്കുമ്പോൾ പ്രധാന ദൂതനായ ഗബ്രിയേൽ മാലാഹ പ്രത്യക്ഷപ്പെട്ടാണ് പറയുന്നത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണം. ദൈവമാണ് നമ്മളോട് കൂടെ ഉള്ളത്. ആ ദൈവിക കൂട്ടായ്മയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ദൈവികമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മുടെ മനുഷ്യന്മാരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്ന ജീവിതത്തിൻ്റെ ചര്യകളിൽ നിന്ന് നിൽക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഇത് പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന ധാരാളം നന്മകളുണ്ട്. ധാരാളം നന്മകളുണ്ട്. ഈ നന്മകളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ ഓർത്തോണം, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുമാത്രമേ ഉള്ളൂ. ലോകത്തിലെല്ലാ മനുഷ്യനും ഗതിയൊന്നാണ്, മരണത്തിൻ്റെ ഗതിയൊന്നാണ്. സെമിത്തേരി കാണും ചിലർക്ക് സെല്ലായിരിക്കും, ചിലർ ക്രീമേറ്റ് ചെയ്യും. ഏതവസ്ഥയിലാണെങ്കിലും മനുഷ്യന് ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ച് അവസാനിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിനൊരർത്ഥമുള്ള ജീവിതമായിരിക്കണം. നീ ഇതിന് അർത്ഥമുള്ള ജീവിതമായിരിക്കുവാൻ ഇതൊരു മായയായ ലോകത്തിലാണ് നീ ജീവിക്കുന്നത്. നീ ഓർത്തണം, അത്രയേ ഉള്ളൂ. നീ ജീവിക്കുന്ന ലോകം ഒരു മായയായ ലോകത്തിലാണ് ജീവിക്കുന്നത്. നീ ഉണ്ടാക്കിയെടുക്കുന്ന മനക്കോട്ടകളും നീ ഉണ്ടാക്കിയെടുക്കുന്നതായ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ പൊളിഞ്ഞെന്ന് വരാം. അപ്പോൾ നീ ഡിപ്രസ്ഡായി പോകരുത്, നീ പൊളിഞ്ഞു പോകരുത്. നിൻ്റെ പദ്ധതി പൊളിച്ചാലും നീ പൊളിയരുത്. നീ പൊളിയാതെ ഇരിക്കണമെങ്കിൽ മുറുകെ പിടിക്കേണ്ട ഒന്നുണ്ട്, കർത്താവ്. ദൈവത്തെ മുറുകെ പിടിച്ചു കൊള്ളണം. ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവും മുറുകെ പിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിലെ ദൈനംദിന ആവശ്യങ്ങൾ, ദൈനംദിന സന്തോഷങ്ങളിൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന നന്മയായിട്ട് അനുഭവിക്കാൻ സാധിക്കണം. നീ ഒന്നിനെയും മറുത്തു പറയാനോ ഒന്നിനെയും അവഗണിച്ച് പറയാനോ ഒന്നിനെയും കുറച്ച് പറയാനോ നീ ശ്രമിക്കരുത്. അത് പാപമാണ്. ഒന്നിനെയും താഴ്ത്തി പറയരുത്. ഒന്നിനെയും അതല്ല എന്നുള്ള ചിന്ത വരരുത്. നന്മയായിട്ട് തന്നെ കാണുവാൻ സാധിക്കണം. നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേകം നിനക്കുണ്ടായിരിക്കണം. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആയുസ്സിൻ്റെ ജീവിതത്തിൻ്റേതായ ഒരു ഡിസിപ്ലിൻ നമ്മൾക്കുണ്ടായിരിക്കണം. എല്ലാ നന്മകളും ദൈവത്തിൻ്റെ വകയാണെന്ന് ഓർത്തോണം. നിൻ്റെ തലയിലെ ഒരു രോമം പോലും എണ്ണുന്നത് ദൈവമാണ്. ലോകത്തിൽ ആർക്കും അതിനെ എണ്ണാൻ സാധിക്കുകയില്ല. എൻ്റെ കർത്താവിൻ്റെ മുതുക ഉഴുവുചാല് പോലെ ഒഴുകിയത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരകരമായിട്ടാണ്. നമ്മളെ പാപങ്ങൾ മോചിച്ച് പരിഹാരം കണ്ട് ആ പാപമോചനം ലഭിച്ച എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ വലിയ സന്തോഷം, അത് നിങ്ങൾക്ക് ഈ പ്രത്യേക സമയങ്ങളിൽ ഏറ്റവും സന്തോഷത്തിൻ്റെ അവസ്ഥയായിരിക്കട്ടെ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ ചാകുമല്ലോ, അതല്ല ജീവിതം. നീ തിന്നുന്നതും നീ കുടിക്കുന്നതും നീ ആനന്ദിക്കുന്നതും ദൈവത്തിന് ദാനമാണെന്ന് മനസ്സിലാക്കി സമൂഹത്തിലെ സാധുക്കളെ മറക്കാതെ ഇരിക്കുവാൻ, അവരെ ഓർക്കുവാൻ, അവർക്കൂടെ ദാനം ചെയ്യുവാൻ നിൻ്റെ ഹൃദയവും മനസ്സും നിൻ്റെ പേഴ്സും തയ്യാറാകണം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട പറഞ്ഞ ഞങ്ങളെല്ലാവരെയും ദൈവസന്നിധിയിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അനുദിനം ജീവിക്കുവാൻ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപയും സാന്നിധ്യവും നൽകണമേ. മാനസിക സംഘർഷത്തിലും പ്രയാസത്തിലും ഭാരത്തിലും ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. രോഗികൾ, ദുഃഖിതർ, കഷ്ടപ്പെടുന്നവർ, ദൈവികമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കാത്തവർ, എപ്പേർപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഇവിടെ നിറവുകൊണ്ട് നിറച്ചുകൊള്ളണമേ. ശരിയായ ജ്ഞാനം കൊണ്ട്, ശരിയായ പരിജ്ഞാനം കൊണ്ട്, ശരിയായ കൃപ കൊണ്ട് നിൻ്റെ മക്കളെ ഓരോരുത്തരെയും നിറച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവെ, ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ. വേർഡ് ടു വേർഡ് ചാനലിനായി ബ്രദർ ഡോക്ടർ മാത്യൂസ് ഫറീസ് അവറുകൾക്കായി, കുടുംബത്തിനായി കർത്താവെ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു.